യഥാർത്ഥത്തിൽ കൊച്ചിൻ സിറ്റിയുടെ പ്രാന്തപ്രദേശത്ത്, സിറ്റിയുടെ ഭാഗമായി തന്നെയുള്ള ഭാഗത്ത് കേരളത്തിൻ്റെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയുടെയൊക്കെ അഭിമാനമായിട്ടുള്ള കൊച്ചി റിഫൈനറിയും അതുപോലെ HOCയും ഈ രണ്ട് കമ്പനികളുടെ ശരിക്കും കെമിക്കൽസ് ആണ് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ആ കമ്പനികളുടെ രണ്ടിൻ്റെയും മധ്യത്തിലായിട്ട് ഒരു 9.5 ഏക്കറോളം ഭൂമിയിൽ 42 കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഒരു 200ഓളം ആൾക്കാർ, മനുഷ്യർ ജീവിക്കുന്ന ഇടമാണത്. കഴിഞ്ഞ 10-30 വർഷക്കാലത്തോളം ഈ ജനങ്ങൾ നരകയാതന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശുദ്ധവായു ലഭ്യമല്ല, ശുദ്ധം ജലം ലഭ്യമല്ല, അവർക്ക് പുറം ലോകവുമായിട്ട് ബന്ധപ്പെടുന്നതിനുള്ള ശരിയായിട്ടുള്ള ഒരു വഴി പോലുമില്ല. അന്തരീക്ഷം തന്നെ വിഷം കൊണ്ട് പൂരിതമായിരിക്കുന്ന അവസ്ഥയാണ്. നീതിക്ക് തേടി അലയാത്ത വാതിലുകളില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പോലീസും മറ്റ് സാമൂഹ്യ പ്രവർത്തകരും കോടതികളും പ്രത്യേകിച്ച് വിശിഷ്യ തൊട്ടടുത്തുള്ള കേരള ഹൈക്കോടതിയെ വരെ സമീപിച്ചെങ്കിലും നീതിയുടെ ഒരു കണം പോലും ലഭിക്കാത്ത ഒരു വിഭാഗം ജനങ്ങളാണ് ഇപ്പോഴവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഈ ശോചനീയമായ അവസ്ഥയിലേക്ക് അവരിപ്പോൾ തുടർന്ന് ആ അവസ്ഥയിൽ നിന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടി തുടർ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, പന്തംകൊളുത്തി പ്രകടനം നടത്തുന്നു. ഇതെല്ലാം അർത്ഥമില്ലാത്ത പ്രവൃത്തികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം BPCLൻ്റെ കീഴിലുള്ള കേരള റിഫൈനറിയോ കൊച്ചി റിഫൈനറിയോ HOCയോ ഒന്നും അവരുടെ കണ്ണ് തുറക്കാനായിട്ട് അല്പം പോലും മനസ്സ് കാണിക്കുന്നില്ല. ശരിക്കും കൊച്ചി റിഫൈനറിയുടെ CSR ഫണ്ടിൻ്റെ ഒരു അംശം ഉപയോഗിച്ചാൽ തന്നെ ഈ പാവപ്പെട്ട കുടുംബങ്ങളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കുടിയൊഴിപ്പിച്ച് ആ വസ്തു അവരെ അക്യൂർ ചെയ്ത് അവർക്കവിടെ അവരുടെ ആ റിഫൈനറിയുടെ ബാക്കി യൂണിറ്റുകൾ സ്ഥാപിച്ച് വിപുലപ്പെടുത്താവുന്നതാണ്. ആ വിപുലപ്പെടുത്തുന്നതുകൊണ്ട് കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാകുകയും കൂടുതൽ പ്രോഡക്ട്സ് ഉണ്ടാക്കി അത് വിറ്റ് അവർക്ക് നല്ല ലാഭം ഉണ്ടാക്കാവുന്നതാണ്. ആ ഭാഗത്തേക്ക് പോകാതെ ഈ ജനങ്ങളെ മനഃപൂർവ്വം അല്പം പോലും മാനുഷികത ഇല്ലാത്ത രീതിയിൽ ഈ ജനങ്ങളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം ഇതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ റിഫൈനറി അതേപോലെ HOC ഇത് രണ്ടും ഒരു ഇൻഡസ്ട്രിയൽ സേഫ്റ്റി മെഷർമെൻറ്റിന് വിധേയമാകുകയാണെങ്കിൽ, ആ സെക്യൂരിറ്റി ആസ്പെക്ട്സ് അല്ലെങ്കിൽ ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാകുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും ഈ രണ്ട് ഫാക്ടറികളും യഥാർത്ഥത്തിൽ ശരിയായ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തിട്ടില്ലാതെയാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരോ പ്രകൃതി സംരക്ഷകരോ കോടതികളോ അല്ല സ്വയംഭരണ തദ്ദേശ സ്ഥാപനങ്ങളോ ഒന്നും ഒരക്ഷരം പോലും മിണ്ടുന്നില്ല, യാതൊരുവിധ നടപടിയില്ല. ഈ പാവങ്ങളെ രക്ഷിക്കാനായിട്ട് അവരുടെ സേഫ്റ്റി പ്രിക്കോഷൻസ് മാത്രം ചെലവഴിച്ചാൽ മതി. അതിനു വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയാൽ മാത്രം ഈ 42ഓളം കുടുംബങ്ങളെ രക്ഷിക്കാവുന്നതാണ്. കാരണം ഇതേപോലെ വളരെ ജീവഹാനി ഉണ്ടാകാവുന്ന പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫാക്ടറികൾക്ക് സേഫ്റ്റി പ്രിക്കോഷനായിട്ട് അവർക്ക് ബഫർ സോണുകൾ വേണം, റെസ്ക്യൂ ഓപ്പറേഷൻ ആവശ്യമായിട്ടുള്ള സ്പേസ് വേണം, അതേപോലുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് അവരുടെ ഫൈറ്റിംഗ് സോണുകൾ വേണം. ഇങ്ങനെയൊക്കെയുള്ള വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമാണ്. എന്നാൽ കൊച്ചി റിഫൈനറിക്കും HOCക്കും വളരെ പരിമിതമായ സ്ഥലത്ത് നിർത്തിക്കൊണ്ടാണ് ഓരോ പ്ലാന്റുകളും അടുപ്പിച്ചടുപ്പിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊച്ചി റിഫൈനറി പോലെ തന്നെ സമാനമായിട്ടുള്ള റിഫൈനറിയാണ് ഗുജറാത്ത് റിഫൈനറി. അതായത് റിലയൻസിൻ്റെ അധീനതയിലുള്ള ഗുജറാത്തിൽ പ്രവർത്തിക്കുന്നത് 112 മെട്രിക് ടണ്ണോളം കപ്പാസിറ്റി ഉള്ളതാണ്. കൊച്ചി റിഫൈനറി ഏതാണ്ട് 13.5 ആണ് ഇതിൻ്റെ കപ്പാസിറ്റി ഉള്ളത്. ഈ കൊച്ചി റിഫൈനറി ഗുജറാത്ത് റിഫൈനറിയായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ
അവിടെ എടുത്തിരിക്കുന്നതായിട്ടുള്ള പ്രിക്കോഷണറി മെഷേഴ്സ് ഇവിടെ യാതൊന്നും ഇല്ല. ഇവിടെ ഒരു മോക്ക് ഡ്രില്ല് നടത്തുന്നതിന് തന്നെയുള്ള സൗകര്യം വളരെ പരിമിതമാണ്. ഇതേപോലെ തന്നെ ഔട്ടർ പെരിഫറിയിലുള്ള റോഡില്ല. ഇന്നർ പെരിഫറിയിലെ തന്നെ റോഡുകൾ അപര്യാപ്തമാണ്. HOC ഇതിൽ നിന്നും വിഭിന്നമല്ല. രണ്ട് വിധമല്ല. HOC ശരിക്കും ജന്മം കൊണ്ടത് റിഫൈനറിയിൽ നിന്നും റിട്ടയർമെൻറ്റ് ആയിട്ട് പോയവരും വെളിയിലുള്ള കുറേ സയൻറ്റിസ്റ്റുകളും കുറേ കെമിസ്റ്റുകളും എല്ലാവരും കൂടി ചേർന്ന് ജന്മം നൽകിയതാണ് HOC എന്നുള്ള കമ്പനി. അതും ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതല്ല. ഏതായാലും രണ്ട് ഫാക്ടറികളും യഥാർത്ഥത്തിലുള്ള പ്രിക്കോഷൻസ്, അതായത് സെക്യൂരിറ്റി മെഷേഴ്സ് ശരിയായ രീതിയിൽ എടുക്കുന്നുവെങ്കിൽ അതിൻ്റെ ഫലമായി തന്നെ ഈ അയ്യൻകുഴിയിലുള്ള 42 ആലംബമില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നരകയാതന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജനങ്ങളെ അവിടെ നിന്ന് രക്ഷിക്കാൻ സാധിക്കും. കാരണം ഇതിന് രണ്ടിൻ്റെയും മധ്യഭാഗത്തായിട്ട് പ്രവേശന കവാടം തന്നെ വളരെ ഇടുങ്ങിയതായിട്ടുള്ള ആ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളെ രക്ഷിക്കുന്നതിന് രണ്ട് ഫാക്ടറികളും, കൊച്ചി റിഫൈനറിയും HOCയും രണ്ട് കൂട്ടരും മനുഷ്യത്വം കാണിക്കണം. അവരിലേക്ക് മനുഷ്യത്വത്തിൻ്റെ കണങ്ങളെത്തണം. അവർ മനുഷ്യനായി കാണുന്നതിനുള്ള ചിന്താശക്തി ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇപ്പോൾ ഈ അയ്യൻകുഴി നിവാസികളായിട്ടുള്ള ജനങ്ങൾക്ക് അവർക്ക് എത്രയും പെട്ടെന്ന് ശാശ്വതമായിട്ടുള്ള നല്ല ശോഭനമായ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു ജീവിത സൗകര്യം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അവരുടെ സമരങ്ങൾക്കെല്ലാം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്.